അവരുടെ ഉപജീവന മാർഗം അവർ ഒരു വീടുകൾ മേശപ്പണിയെടുക്കുകയും അല്ലെങ്കിൽ കാർപ്പൻട്രി പണിയെടുക്കുകയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പണിയെടുക്കുമ്പോൾ ആ വീടുകാരന് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയാണെങ്കിൽ അത് ആരെയാണ് ശരിക്കും ബാധിക്കുന്നത്? വീടുകാരനെ പ്രാഥമികമായി ബാധിക്കുമ്പോൾ മറ്റേത് ഇതുമായി ഉപജീവന മാർഗം കണ്ടെത്തുന്ന സാധാരണ തൊഴിലാളികൾ നമ്മുടെ പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് ദ്വീപിൽ വൻകരയിൽ നിന്നുള്ള തൊഴിലാളികളെല്ലാം നമ്മുടെ തന്നെ കൽപ്പുള്ള കഴിവുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. വീട് പണി നടത്തുന്നവര് അവർക്ക് പണിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. ആ സാഹചര്യം വരുമ്പോൾ ഇവിടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരിലൂടെ അവരുടെ കുടുംബങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധന സാമഗ്രികൾ കൊണ്ടുവരേണ്ട യാത്രാ കപ്പലുകളോ മഞ്ഞുകളോ ഇതിലൊന്നും സാധനം വരാത്ത ഒരു സാഹചര്യത്തിലേക്ക് ലക്ഷദ്വീപിനെ കൊണ്ടെത്തിക്കുക, സാമ്പത്തികമായി നമ്മളെ ഞെരുക്കിക്കൊള്ളുക. 56 ഡേ ഇതിൽ വളരെ ലാഘവത്തോടെയാണ് ജനങ്ങൾ കാണുന്നത്. അവർ ഉദ്യോഗസ്ഥരെ വിളിച്ചുവിട്ടില്ല. ആരാണ് ഈ ഉദ്യോഗസ്ഥൻ? ആ ഉദ്യോഗസ്ഥൻ ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്നും പകുതിയോ മുക്കാലോ ഭാഗം ഈ ദ്വീപിന്റെ ഉന്നമനത്തിന് വേണ്ടി അവർ ചെലവഴിക്കുന്നു. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവട ഷോപ്പുകളിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശമ്പളം കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ചെലവഴിക്കുമ്പോൾ അതിലൂടെ നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുമ്പോൾ ഇന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമായിട്ട് പിരിച്ചുവിട്ടിരിക്കുന്നത് ഏകദേശം 21 റെഗുലർ എംപ്ലോയീസിനെയാണ്. മനസ്സിലാക്കിയിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്ത്, വേറെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ അനുഭവം, അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഇന്ന് നിങ്ങൾ കണ്ടിട്ട ഒരു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒരു കാര്യം പരാമർശിച്ചപ്പോ കോക്രോച്ച് എന്താ പാർട്ടി എന്നൊരു പാർട്ടി ഇവിടെ രൂപീകരിച്ചുകൊണ്ട് വെറും 4 ദിവസം കൊണ്ട് എത്രയോ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഇന്ത്യയിലെ ജെൻസിക്കാർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 21 ഡിപ്പാർട്ട്മെന്റിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് 21 തലമുതിർന്ന ഏകദേശം 1 ലക്ഷത്തിൽ മേലെ ഒരു മാസം ശമ്പളം വാങ്ങുന്ന എന്റെയും നിങ്ങളുടെ സഹോദരങ്ങളും സഹോദരികളും ഇവിടെ പിരിച്ചുവിട്ടപ്പോൾ മൗനം ഭാഷിക്കുന്നു. ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വിഷയമല്ല. ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റ് അതിനെതിരെ ഒരു പ്രതികരണം വന്നിട്ടില്ല, ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല, പാർലമെന്റിലേക്ക് ഒരു ചോദ്യം കൊണ്ടിട്ടില്ല. വീണ്ടും 4 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ അദ്ദേഹത്തെ കെട്ടിയിറക്കും. പട്ടേൽ അദ്ദേഹത്തിന് വേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. വീണ്ടും കൊട്ടിഘോഷിച്ച് അദ്ദേഹത്തെ വീണ്ടും ജയിപ്പിച്ചു വിട്ട് നിങ്ങൾ കിടന്നുറങ്ങും. ഇതാണോ ജനാധിപത്യം? ഞാൻ അറിയാൻ ചോദിക്കുകയാണ്, ഇതാണോ ജനാധിപത്യം? ഇന്ന് ഏകദേശം 50ഓളം സ്ഥിര നിയമനക്കാരെ പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. 50ഓളം സ്ഥിര നിയമക്കാരെ ഏകദേശം, എനിക്ക് കറക്റ്റ് കണക്ക് അറിയില്ല, എന്റെ ഊഹ ശരിയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഹോം ഗാർഡ്, മറ്റു ചില ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തന്നെ ലിസ്റ്റുകൾ റെഡിയായിക്കൊണ്ടിരിക്കുവാൻ കമ്പാഷനേറ്റ് അടക്കം നമ്മുടെ കാലഘട്ടത്തിൽ കയറിയ 63 കുട്ടികളുടെ കമ്പാഷനേറ്റ് അടക്കം ഫയൽ വാങ്ങിയിട്ടുണ്ട്. എന്താണ്? അവരുടെ ബാപ്പമാർ എത്ര കൊല്ലം വർക്ക് ചെയ്ത് എത്ര കൊല്ലം ബാക്കിയുള്ളപ്പോഴാണ് അവർ മരണപ്പെട്ടത്. അത്രയും സർവീസ് മാത്രം അവർ കൊടുത്താൽ മതി, കൊടുത്തിട്ട് പിരിച്ചുവിടണം. ഇതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന, നമ്മുടെ നാട് നഷ്ടപ്പെടുന്ന എന്താണ്? ഒരു മാസക്കാലം 30 കോടി രൂപ, ഒരു മാസക്കാലം 30 കോടി രൂപ ഇന്നത്തേക്ക് ഇപ്പൊ പിരിച്ചുവിട്ട കണക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ 30 കോടി രൂപ ഒരു മാസം ലക്ഷദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞു. സാമ്പത്തികമായി നമ്മൾ നെരുക്കിക്കൊണ്ട് ഫാസിസത്തിന്റെ യഥാർത്ഥ രൂപം അതാണ്. അക്ഷരം മിണ്ടിപ്പോകരുത്, ഒതുങ്ങിക്കോണം. നാളെ പിറ്റേ ദിവസം ഇവിടെ നിന്ന് കപ്പൽ കയറാൻ പറഞ്ഞാൽ കയറിക്കൊള്ളണം. അതാണ് അടുത്ത റൂള്. ചെറിയ ട്രൈബ് ലാൻഡുകൾ നമുക്ക് വിൽക്കാൻ പറ്റാത്ത സാഹചര്യം കലക്ടർ പറയുന്നത് വിൽക്കണ്ടെന്ന് പറഞ്ഞാൽ ആ നിയമം ഇവിടെ പാസ്സാക്കപ്പെടുമ്പോൾ നാളെ പിറ്റേ ദിവസം കലക്ടർ പറയുന്നു നിങ്ങൾ ലാൻഡ് വിൽക്കാൻ സമ്മതിക്കില്ല, പെർമിഷൻ തരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ കൈ കെട്ടി നോക്കിപ്പോ. ആ കൈ അഴിക്കണം, മുഷ്ടി ഉയരണം. അതിനു വേണ്ടിയിട്ടാണ് നാളെ NCP ഇവിടെ വളരെ ശക്തമായിട്ടുള്ള താക്കീതോടുകൂടിയുള്ള പ്രതിഷേധം വെക്കുന്നത്. ലക്ഷദ്വീപ് മുഴക്കണക്കിന് കാണണം. അത് ലക്ഷദ്വീപിലെ ജനങ്ങൾ അടിമപ്പെട്ടവരല്ല, അടിമത്തിലൂടെ ജീവിക്കുന്നവരല്ല. അവർക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും അറിയാവുന്നവരും ശക്തമായിട്ട് നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറയുന്നവർ ആണുങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് NCP ഇവിടെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആരുടെയും നെഞ്ചത്ത് കയറാനോ ആരെങ്കിലും തെരുവിളിക്കാനോ എന്നുള്ള ഉദ്ദേശത്തില്ല. നമ്മൾ ഒന്നാണെന്ന് കാണിച്ചു കൊടുക്കണം. അതിന് തടസ്സം മെമ്പർ ഓഫ് പാർലമെന്റ് ആണെങ്കിൽ, ഇന്നത്തെ LTCC പ്രസിഡന്റ് ആണെങ്കിൽ,
അതിൽ കോൺഗ്രസ് തീരുമാനമെടുക്കണം. എന്ത് ചെയ്യണം നിങ്ങളുടെ നേതാവിനെ എന്ന്, എന്ത് പറഞ്ഞാലാണ് നിങ്ങളുടെ നേതാവ് മാറുക എന്ന്, ഏത് രീതിയിലുള്ള സമീപനമാണ് നിങ്ങളുടെ നേതാവിനോട് കോൺഗ്രസുകാർ. എനിക്കറിയാം ഇന്നും ഒരുപാട് കോൺഗ്രസുകാർ ശ്വാസം മുട്ടുന്നുണ്ടെന്ന്. ഒരുപാട് സുഹൃത്തുക്കൾ കോൺഗ്രസ് എനിക്കുണ്ട്. ഇന്നത്തെ കോൺഗ്രസ് എംപിയുടെ നിലപാടിൽ, ലക്ഷദ്വീപ് ടെറിട്ടോറിയൽ കോൺഗ്രസ് പ്രസിഡന്റ് നിലപാടിൽ ശ്വാസം മുട്ടി പറയാൻ കഴിയാതെ ശ്വാസം മുട്ടി അകത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് കടന്നു വരാം, പാർട്ടി മാറണമെന്നില്ല. ശക്തമായിട്ട് നിങ്ങൾ വന്ന് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിങ്ങൾ പോയി നിങ്ങളെ കോൺഗ്രസ് പ്രസിഡന്റിനെ ഉപദേശിച്ച് മാറാൻ പറ്റൂ. ജനത്തിനോട് അല്ലെങ്കിൽ ജനങ്ങളോട് പ്രതിബദ്ധതയിലുള്ള ജനാധിപത്യ സംവിധാനമായി മാറട്ടെ നമ്മുടെ ദ്വീപ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ദ്വീപിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കുക. ഇതെനിക്ക് വേണ്ടിയിട്ടല്ല, NCP-ക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നവൻ 5 വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയാണോ നിങ്ങൾ അബ്ദുള്ളയെ വിജയിച്ചു വിട്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത്? 5 വർഷം അദ്ദേഹത്തിന് ശമ്പളം കിട്ടും, അദ്ദേഹത്തിന്റെ അലവൻസുകൾ ഉണ്ടാവും, MP-യിലാണ് അതിന്റെ മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് കിട്ടും. അത് മാത്രം മതിയോ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് കൊണ്ടുവന്ന് വിജയിപ്പിച്ചെടുത്തപ്പോ എന്തായിരുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിൽ നിന്ന്? ആ പ്രതീക്ഷയ്ക്ക് ഒന്നിച്ച് അല്ലെങ്കിൽ അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷമഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കി നോക്ക്. യാത്രാരംഗങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്ന് കോൺഗ്രസ്സുകാർ അതിവിദഗ്ധമായിട്ട് ഹാക്കർമാരുടെ മുകളിലേക്ക് ഇട്ടിട്ടാണ് പോകുന്നത്. ടിക്കറ്റ് കിട്ടാത്തത് ഹാക്കർമാർ കാരണമാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നത്? ഇവിടെ ഹാക്കർമാർ ടിക്കറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞാലും യാത്രക്ക് വരുന്നതെല്ലാം ദ്വീപുകാരാണ് കപ്പലിൽ കയറി വരുന്നത്. ഇന്ന് യാത്ര ചെയ്യാൻ നമുക്കാകെ 4 കപ്പലുണ്ട്. ഈ 4 കപ്പൽ എപ്പോഴും ഓടലില്ല, എന്തെങ്കിലും 2 or 3 കപ്പൽ. ഇനി കവരത്തി കപ്പൽ എപ്പോൾ വരുന്ന അല്ലാഹു അഅലം. ഈ 4 കപ്പലുകളുടെ സീറ്റിംഗ് കപ്പാസിറ്റി ഒന്ന് എടുത്ത് ഞാൻ ചേർത്താൻ പോവാണ്. സീറ്റിംഗ് കപ്പാസിറ്റി ഒന്ന് എടുത്തു നോക്കിക്കോ നിങ്ങൾ. 1300 ആൾക്കാർക്ക് ഒറ്റടിക്ക് കൊച്ചിയിൽ നിന്ന് വരണമെങ്കിൽ 1300 സീറ്റുകൾ മാത്രമേ നമുക്ക് ഇന്ന് അവൈലബിൾ ഉള്ളൂ. ഈ 1300 സീറ്റിൽ നിന്നുകൊണ്ട് അഡ്മിനിസ്ട്രേഷന്റെ റിസർവേഷൻ പല കാര്യങ്ങളുമായിട്ട്, മെഡിക്കൽ കോട്ട ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേഷൻ കോട്ട ആയിക്കോട്ടെ, ഇനി അഡ്മിനിസ്ട്രേഷന്റെ സ്പെഷ്യൽ ബ്ലോക്കിംഗ് ആയിക്കോട്ടെ, ഏത് കപ്പൽ എടുത്തു കഴിഞ്ഞാലും ഒരു 50% ടിക്കറ്റ് ഗോസ് ടു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്. അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യേകമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് 50% ടിക്കറ്റുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ബാക്കി നമുക്ക് എത്ര ടിക്കറ്റാണ് ഉള്ളത്? എത്ര ടിക്കറ്റ്? 1300 പോയാൽ ഏകദേശം 700-750 ടിക്കറ്റുകൾ മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആവുന്നുള്ളൂ. ഇന്ന് ഈ തുരുത്ത് മുതൽ എവിടെ വേണമെങ്കിലും ഒരു ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന സംവിധാനം വന്നിട്ട് അതിലൂടെ യാത്ര ചെയ്യുന്ന മുഴുവനും ദ്വീപുകാർ തന്നെയാണ്, വേറൊരുത്തരുമില്ല. പെർമിറ്റ് ഹോൾഡർക്ക് കൊടുക്കാൻ പറ്റുന്ന 10% അത് പെർമിറ്റ് ഹോൾഡർ വരുന്നു. അല്ലാതെ ദ്വീപുകാരുടെ കോട്ടയിൽ കയറി വേറെ ആരും വരുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ യാത്ര ചെയ്യാൻ പരമാർത്ഥമായിട്ടുള്ള കപ്പലുകൾ അവൈലബിൾ അല്ല, ലഭ്യമല്ല എന്നുള്ള കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഹാക്കർമാരുടെ മുകളിലേക്ക് ടിക്കറ്റിന്റെ പ്രശ്നങ്ങൾ എടുത്തിട്ടിട്ട് ഒഴിഞ്ഞു മാറുന്ന ഈ സംവിധാനം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും അതേ രീതി തന്നെയാണ്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അവരെ അറസ്റ്റ് ചെയ്യുന്നു. ഈ അറസ്റ്റ് ഇത്രയും ഭീകരമായിട്ടുള്ള കുറ്റം ചെയ്ത ആൾക്ക് എങ്ങനെ ജാമ്യം കിട്ടുന്നത്? അതിലും കുറ്റം അറഫ NCP പ്രസിഡന്റാണ് അയാൾക്ക് വേണ്ടി ഹാജരായതെന്നാണ് ഇപ്പൊ പ്രശ്നം. എവിടെയെങ്കിലും ഏതെങ്കിലും ഇല്ലാത്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുക, ഈ രീതിയിലേക്കുള്ള കാഴ്ചപ്പാട് നിലപാടുകളാണ് കോൺഗ്രസ് എന്നും എടുത്തിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ. യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം ഇവിടെ യാത്ര ചെയ്യാൻ കപ്പലുകൾ, പരമാർത്ഥമായിട്ടുള്ള കപ്പലുകൾ ഇല്ല എന്നുള്ള വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടതും വകുപ്പ് മന്ത്രിക്ക് കത്ത് കൊടുക്കേണ്ടതും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ഈ വിഷയങ്ങളൊന്നും ഏറ്റെടുക്കാതെ ഹാക്കർമാരുടെ മുകളിലേക്ക് കപ്പലിന്റെ ടിക്കറ്റിന്റെ വിഷയം ഇട്ടിട്ട് ഒഴിഞ്ഞു മാറുന്ന സംവിധാനം. ഇവിടുത്തെ ജനങ്ങൾ ഏത് രീതിയിൽ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഉള്ള ആളല്ലല്ലോ, ഞാൻ അവിടെ താമസിക്കുന്നത്. ഏതുള്ള രീതിയിലേക്കുള്ള സമീപനങ്ങളിൽ മാറ്റം വരണം. അൽബദ്ര ജനങ്ങളെ ഒന്നുകൂടി ഞാൻ പറയുന്ന വിഷയങ്ങൾ ഒന്നാലോചിച്ചുകൊണ്ട് ലക്ഷദ്വീപ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടേണ്ടത് ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷദ്വീപിന്റെ NCP മുന്നോട്ട് വെക്കുന്ന ഈ പ്രതിഷേധ മാർച്ചിലേക്ക് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ മുഴുവനും സ്വാഗതം ചെയ്തുകൊണ്ട് നാളെ രാവിലെ 10 മണിക്ക്
ഇവിടെ കൂടിയ മുഴുവനും ആൾക്കാരും ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മറ്റു നാടിന് ചുറ്റുപാടുള്ള ആൾക്കാരും നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നാളത്തെ ഈ പൊതുപരിപാടിയിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ പ്രതിഷേധത്തിലേക്ക് അണിചേരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് തൽക്കാലത്തിൽ നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.